ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഡോക്ടർ റിസിൻ, കൺസൾട്ടന്റ് എൻഡോക്രൈൻ സർജൻ, PRS ഹോസ്പിറ്റൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് റോബോട്ടിക് തൈറോയിഡക്ടമിയെ കുറിച്ചാണ്. റോബോട്ടിക് തൈറോയിഡക്ടമി ഈ ആധുനിക മെഷീൻസ്, റോബോട്ടിക് സിസ്റ്റം യൂസ് ചെയ്ത്, അതായത് ഈ SSI മന്ത്ര അല്ലെങ്കിൽ ഡവിഞ്ചി യൂസ് ചെയ്ത് സർജൻ തന്നെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് റോബോട്ടിക് തൈറോയിഡക്ടമി. ഇതിൽ റോബോട്ടിക് ഇൻസ്ട്രുമെന്റ്സ് നെഞ്ചിലോ കൈക്കുഴയിലോ കൂടി ഇൻസ്ട്രുമെന്റ്സ് കയറ്റി കൺസോളിലോ സർജൻ കൺസോളിൽ ഇരുന്ന് ചെയ്യുന്ന സർജറിയുടെ പേരാണ് റോബോട്ടിക് തൈറോയിഡക്ടമി. ഇതിന്റെ പ്രധാന ഗുണങ്ങൾ സ്കാർലെസ് സർജറി എന്ന് വെച്ചാൽ കഴുത്തിൽ മുറിവുണ്ടാവില്ല. ആൻഡ് സെക്കൻഡ് ഇസ് ഇത് 3D വിഷൻ തരുന്നു ഈ സർജറിയിൽ. ദർ ഇസ് മോർ പ്രിസിഷൻ. ആൻഡ് ഓൾസോ ഇത് കയ്യിലുള്ള ട്രെമേഴ്സ്, സർജൻ യൂഷ്വലി ഓപ്പൺ തൈറോയിഡക്ടമി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ട്രെമേഴ്സ്, അത് ഈ സിസ്റ്റം യൂസ് ചെയ്ത് നമുക്ക് കുറക്കാൻ കഴിയും. എന്താണ് ഈ റോബോട്ടിക് തൈറോയിഡക്ടമിയുടെ ഡിസഡ്വാൻറ്റേജസ്? ഒന്ന്, കോസ്റ്റ്. ഇത് അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ വില കുറച്ച് കൂടുതലായിരിക്കും. അതുകൂടാണ്ട് ദർ ആർ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഫോർ ദിസ് പ്രൊസീജിയർ. ഒരു പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്ത പേഷ്യൻസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ റോബോട്ടിക് തൈറോയിഡക്ടമി യൂഷ്വലി നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാറില്ല. എന്നാൽ ഈ കോസ്മെസിസ് ആവശ്യമുള്ള യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇത് വി ഓൾവേസ് ഇൻഡിക്കേറ്റ് ദിസ് ടൈപ്പ് ഓഫ് റോബോട്ടിക് തൈറോയിഡക്ടമി. അവസാനമായി പറയേണ്ടത്, റോബോട്ടിക് തൈറോയിഡക്ടമി പോലുള്ള അഡ്വാൻസ് സർജറി ഇപ്പോൾ PRS ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ഈ കഴുത്തിൽ മുറിവ് ആഗ്രഹിക്കാത്തവർക്ക് വളരെ സേഫും എഫക്റ്റീവുമായ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനാണ് റോബോട്ടിക് തൈറോയിഡക്ടമി.